ഇതാണ് കൊടങ്ങല്. അപ്പൊ കൊടങ്ങലിനെ കൊടവൻ, കരിമുത്തിള്, മുത്തിള്, സ്ഥലഭ്രമി എന്ന പേരിലൊക്കെ അറിയപ്പെടും. അപ്പൊ ഈ നിലത്ത് ഇങ്ങനെ പടർന്ന് വളരുന്ന ഒരു ചെടിയാണ് ഈ കൊടങ്ങല്. അപ്പൊ പണ്ട് കാലത്തൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇത് നന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഈ കൊടങ്ങല്. അപ്പൊ ഈ കൊടങ്ങൽ എന്ന് പറഞ്ഞാൽ കണ്ട, ഇതിന്റെ ഇലകളൊക്കെ നല്ല വലിപ്പമുള്ള ഇലകളാണ്. ഇതൊരു പ്രത്യേക തരം കൊടങ്ങലാണ്. പിന്നെ ഇതിന്റെ കണ്ട, ഇതിന്റെ ഇല ഈ നമ്മുടെ ബ്രെയിൻ പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മസ്തിഷ്ക സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ കൊടങ്ങല്. 3 തരം കൊടങ്ങല് ഉണ്ട് കേട്ടാ. താമര കൊടങ്ങല്, നീലക്കൊടങ്ങല്, മുത്തിള്. അപ്പം നമ്മ സാധാരണ കണ്ടേക്കണേന്ന് വെച്ചാല് നിലത്ത് പടർന്ന് കിടക്കണ ചെറിയ കൊടങ്ങലായിരിക്കുള്ളൂ നിങ്ങൾ കണ്ടേക്കണത്. എല്ലാം ഗുണങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് എല്ലാത്തിനും. പിന്നെ ഓർമ്മശക്തി, ബുദ്ധിശക്തി ഒക്കെ വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. വാർദ്ധക്യത്തെയൊക്കെ ചെറുക്കാനുള്ള കഴിവുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് കാരണമായ വൈറസിനൊക്കെ ചെറുക്കാനുള്ള കഴിവുണ്ട് കേട്ടാ. പാട്ട് പാടണ കുട്ടികൾക്കൊക്കെ ശബ്ദമാധുര്യം ഒക്കെ കിട്ടാനായിട്ട് ഇതിന്റെ 2ഓ 3ഓ ഇലകൾ എടുത്തിട്ട് കുരുമുളകും ചേർത്തിട്ട് ചവച്ചരച്ച് കഴിക്കണത് വളരെ ഉത്തമമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിന്റെ തളിരില കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പ്രമേഹത്തെയൊക്കെ നിയന്ത്രിക്കാനൊക്കെ നല്ലതാണ്. രക്തധമനികളിലെ ബ്ലോക്ക് ഒക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇതിന്റെ നീര് 1 ഔൺസ് എടുത്ത് കുട്ടികൾക്ക് നൽകുന്നത് ബുദ്ധി വളർച്ചക്ക് ഏറ്റവും നല്ലതാണ്. അതേപോലെ പച്ചമഞ്ഞളിന്റെ നീരും ഈ കൊടങ്ങലിന്റെ നീരും കൂടെ ചേർത്ത് കുട്ടികൾക്ക് നൽകിയാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ മുലപ്പാലൊക്കെ വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. പിന്നെ ഇതിന്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കണത് ഉറക്കില്ലാത്തവർക്കൊക്കെ ഉറക്കത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ കരളിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇപ്പൊ സന്ധികളിലൊക്കെ നീരും വേദനയൊക്കെ ഉണ്ടാകുമല്ലോ, അതിനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, മസ്തിഷ്ക രോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതിന്റെ സമൂലം, നമുക്ക് ഇതിന്റെ ഇലയും തണ്ടും വേരും എല്ലാം കൂടെ ഇടിച്ചു പിഴിഞ്ഞ നീരോ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച ചർമ്മ രോഗങ്ങൾ, നമ്മുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മ എണ്ണ കാച്ചി വെച്ചിട്ട് ആ എണ്ണ തേച്ച് കഴിഞ്ഞാല്. പിന്നെ അലർജിയൊക്കെ മൂലമുള്ള ചൊറിച്ചിലൊക്കെ ഇല്ല, അതിനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതൊരു മികച്ചൊരു വേദന സംഹാരി കൂടിയാണ് ഇത്. അപ്പൊ നമുക്ക് വേദന ഉള്ളിടത്ത് ഇതിന്റെ ഇല അരച്ച് പുരട്ടണത് നല്ലതാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഇലയുടെ നീരില്ലേ, എടുത്തതിനാൽ മുറിവൊക്കെ വന്നു കഴിഞ്ഞാല് ആ മുറിവ് ഉള്ളെടുത്ത് നമുക്ക് പുരട്ടി കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ മുറിവ് ഭേദമാകും. അതേപോലെ തന്നെ മുടിയുടെ വളർച്ചക്ക് നല്ലതാണ്. മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. മൂത്രത്തിൽ കല്ല് മാറാനും മൂത്രത്തിലെ പഴുപ്പ് മാറാനൊക്കെ നല്ലതാണ്. ഇത്രയേറെ ഗുണങ്ങളുള്ള ഒരു ചെടി നമുക്ക് ഇന്ന് കിട്ടണമെങ്കിൽ നമ്മ ഇതേപോലെ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് നട്ട് വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള കുടങ്ങല് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം.